ചിത്രത്തിന്റെ നിർമ്മാതാവ് അശ്വകുമാർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അശ്വകുമാർ, സ്വാഗതം എന്റർടൈൻ ന്യൂസിലേക്ക്. ഏതായാലും വളരെ സന്തോഷമുള്ള ദിവസങ്ങളാണെന്ന് തോന്നുന്നു. ഏറെ നാളത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം നിങ്ങളുടെ ഒരു കൂട്ടുകെട്ട് വീണ്ടും ഒരു വമ്പൻ വിജയം സമ്മാനിക്കുന്നു. എങ്ങനെയുണ്ട് പടം? ആദ്യം ഇവിടുത്തെ കേരളീയരായ മലയാളി പ്രേക്ഷകരോടും സിനിമാ പ്രേക്ഷകരും മലയാളികളോടും ആദ്യം നന്ദി പറയുന്നു. ഞങ്ങൾ ഇത്രയും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നു പറ്റി. ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് 92 സ്റ്റേഷനിൽ ഈ പടം റിലീസ് ചെയ്തു. കഴിഞ്ഞ 3 ദിവസമായിട്ട് 92 സ്റ്റേഷനില് ഏതാണ്ട് എല്ലാ ഷോസും ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ളായെന്ന് മാത്രമല്ല, പല തിയേറ്ററിലും ഏറ്റവും വലിയ സങ്കടമായ സ്ത്രീകൾക്കും കുട്ടികൾക്കും അടുക്കാൻ പറ്റും. അതുപോലെ ജനം കയറി വരുന്നുണ്ട്. ഇവർക്ക് അതുകൊണ്ട് ഞങ്ങളിപ്പം ഇന്നലെ പ്രിയനും ലാലും പറഞ്ഞത്, ഈ ആഴ്ച ഇവിടുത്തെ കുടുംബത്തിനും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക ഷോ അറേഞ്ച് ചെയ്യാൻ പോകണം എല്ലാ തിയേറ്ററുകളിലും. ക്ഷമിക്കണം, ആ പടത്തിന്റെ ഇത്രയും സക്സസ് അറിഞ്ഞ കുറെ തിയേറ്ററിൽ റിലീസ് ചെയ്തു. ഫാൻസ് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? ഫാൻസിക്ക് അവരാണല്ലോ എല്ലാം. അവരുടെ കഷ്ടപ്പാടിന് പ്രതിനിധാറുണ്ട്. അവരാണ് ഇതിന്റെ ബാക്കില്ല. പക്ഷെ ഇത് ഫാൻസുകാർ പോലും എന്നെ വിളിച്ച് പറഞ്ഞ്, ചേട്ടാ ഞങ്ങൾക്ക് ഇപ്പം തിയേറ്ററിൽ കയറി ഡാൻസ് ചെയ്യാനും പറ്റുന്ന വെച്ചാൽ കണ്ടമാനം കംപ്ലീറ്റ് ഫാമിലിയാണ് ഇപ്പൊ തിയേറ്ററിൽ കയറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് കയറി ആദ്യം ഫാമിലിയും കുട്ടികളും സ്ത്രീകളും കയറി കാണുന്നതാണ് അവരെ വിഗ്രഹിക്കുകയാണ്. പക്ഷെ ഇതൊരു എനിക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന തിയേറ്റർ ഉടമകളുടെ ഇത് അവർ കഴിഞ്ഞ് 15 കൊല്ലത്തിലേക്ക് ഇത്രയും ഒരു ക്രൗഡ് ജനം തിയേറ്ററിൽ വന്നിട്ടുള്ളതാണ്. ശിവകുമാർ, താങ്കളിലേക്ക് തിരിച്ചു പറയാപ്പോൾ കാവ്യമാധവൻ ചേരുന്നു കൊച്ചിയിൽ നിന്നും എന്റർടൈൻ ന്യൂസ്. അപ്പം കാവ്യമാധവൻ, സ്വാഗതം എന്റർടൈൻ ന്യൂസിലേക്ക്. ബിന്നീസിലെ വ്യാപാരിയുടെ വിശേഷങ്ങളാണ് കാവ്യമാധവനെ പറയാനുള്ളതെന്ന് അറിയാം. മമ്മൂട്ടിയോടൊപ്പം ഒരു പഴയകാല ചിത്രം എന്ന രീതിയിൽ ചെയ്തിരിക്കുന്നു. എങ്ങനെയുണ്ട് പ്രതികരണങ്ങൾ? വളരെ നല്ല പ്രതികരണമാണ്. ശാസ്ത്രചേട്ടന്റെ സ്ഥിരം സിനിമയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണ്. വേറൊരു രീതിയിലാണ് അദ്ദേഹം ഈ സിനിമ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 80 കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. കഥാപാത്രങ്ങളെല്ലാം ആ കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. പിന്നെ മമ്മൂട്ടിയോടൊപ്പം ആദ്യമായിട്ടാണ് ഞാൻ നായികയായിട്ട് അഭിനയിക്കുന്നത്. അങ്ങനെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. ബാലനടിയായി മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ചതാണ്. ഇപ്പോൾ നായികയായി വരുമ്പോൾ എന്താണ് തോന്നുന്നത്? മമ്മൂക്കയുടെ കൂടെ ഞാൻ നായികയായിട്ട് അഭിനയിച്ചതിന് ശേഷം മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് പല സിനിമകളിലും. അവസാനമായിട്ട് പട്ടണത്തിൽ ഭൂതം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ മമ്മൂക്കയുടെ തന്നെ നായികയായിട്ട് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അത് അതേ ലൊക്കേഷൻ, അഴകിരാവണൻ എന്ന സിനിമയെടുത്ത് അതേ ലൊക്കേഷനിൽ അഴകിരാവണൻ എന്ന സിനിമയുടെ അതേ പ്രൊഡ്യൂസറെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയിൽ വളരെ യാദൃശ്ചികമായിട്ടാണെങ്കിലും ഇങ്ങനെ സംഭവിച്ചത് വളരെ സന്തോഷം. കഥ തീർച്ചയായിട്ടും. ശിവകുമാർ, മോഹൻലാലും പ്രിയദർശനൊക്കെ എന്ത് പറയുന്നത്? ഇതിനോടനുബന്ധിച്ച് ഫാൻസിനായി ഒരു പ്രത്യേക പരിപാടിയെല്ലാം തലസ്ഥാന നഗരിയിൽ സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു മരുഭൂമി കഥയുടെ വിജയത്തിനായി. സന്തോഷത്തിലാണോ ഇതിലൂടെ? ലാല് ഇപ്പൊ നോർവേക്ക് പോയി കഴിഞ്ഞു. പ്രിയദർശൻ ഹിന്ദി പടത്തിന്റെ സെറ്റിലോട്ട് പോയി കഴിഞ്ഞു. പക്ഷേ രണ്ടുപേരും ഇന്നലെ ഏതാണ്ട് ഇന്നലെ ഇങ്ങോട്ട് ഒരു 10-15 ദിവസം ലാല് ഫോൺ ചെയ്ത് കഴിഞ്ഞു. പ്രിയൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെല്ലാം വളരെ സന്തോഷത്തിലാണ്. പ്രിയനും ലാലൊക്കെ വളരെ സന്തോഷത്തിലാണ്. ലാല് പറഞ്ഞതിലേക്ക് ദൈവത്തിന്റെ ഭാഗ്യമാണ്. അതുപോലെ പ്രിയൻ ലാല് മുകേഷ് കൂട്ടിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്രയോ 5-8 മാസമായിട്ട് ഇവിടുത്തെ പ്രേക്ഷകർ വെയിറ്റ് ചെയ്യാണ്. പക്ഷെ പ്രേക്ഷകർ വെയിറ്റ് ചെയ്തതനുസരിച്ച് പ്രിയൻ അങ്ങനെ നല്ല പടം എടുത്തു എന്നുള്ളതാണ്. ഇപ്പം അവര് എക്സ്പെക്ട് ചെയ്ത പോലെ അതിലും ഉള്ളിൽ പടം പോയി എന്നുള്ളതാണ്. പ്രിയൻ എന്ന് പറഞ്ഞാല് പ്രിയന്റെ മലയാള സിനിമയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഷുർ ചെയ്യുന്ന ഒരു പടമാണെന്നാണ് പ്രിയൻ പറയാം. ഇതുവരെ ഇൻഷുർ പ്രിയൻ പോലും പ്രതീക്ഷിച്ചില്ല, ലാലും പ്രതീക്ഷിക്കുന്നതാണ് സത്യം. അപ്പൊ അതൊരു ദൈവത്തിന്റെ ഇതാണ്. പിന്നെ ഞാൻ പറഞ്ഞൊരു കളക്ഷൻ പോയിന്റാണെങ്കിൽ പോലും 3 ദിവസം കൊണ്ട് ഏതാണ്ട് 2 കോടി രൂപയോളം കളക്ഷൻ എന്ന് പറയുന്നത് അത് തന്നെ ഒരു മലയാള സിനിമയുടെ ഏറ്റവും വലിയ റെക്കോർഡാണെന്നാണ് ഡിസ്ട്രിബ്യൂട്ടർ പറയുന്നത്. അപ്പൊ 3 ദിവസം ഈ കളക്ഷൻ ഇന്നത്തെ കളക്ഷൻ വന്നിട്ടില്ല. ഇന്ന് ഈ എക്സാം നടക്കുകയാണ് കേരളം മൊത്തം. എക്സാമിനേഷൻ ആയിട്ട് പോലും ഇന്നിപ്പോ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഇന്നലെ മിക്കവാറും ഷോസൊക്കെ കേരളത്തിലെ 99% ഈ ഷോസ് ഹൗസ്ഫുള്ളായിട്ട് ബുക്കുകയാണ്. ഇപ്പൊ ന്യൂസ് കിട്ടിയത് ഫസ്റ്റ് ഷോയ്ക്ക് ഭയങ്കര പ്രശ്നം നടക്കും. ഒരു തിയേറ്ററിലും ടിക്കറ്റ് കിട്ടാനില്ല. പലയിടത്തും പോലീസ് ലാത്തിക്കാൻ പല സംഭവങ്ങൾ നടക്കുകയാണ്. അതൊരു സിനിമയുടെ ഈ അറബിയത്തെ ടീം നേതാവന്മാർ മരുഭൂമി കഥ ഓടുന്നതിനെ പറ്റി ഉള്ള സന്തോഷമാണ് ഞാൻ പറയുന്നത്. മലയാള സിനിമ തിരിച്ചു വന്നു.
മലയാള പ്രേക്ഷകർ തിയേറ്ററിലേക്ക് പോകും. ഇതാണ് സംഭവം. അല്ല ഇതൊരു ഒരു സിനിമ എഴുതുകൊണ്ടൊന്നും മലയാള സിനിമ രക്ഷയില്ല. ജനങ്ങളിലേക്ക് തിരിച്ചു വരാം. കാവ്യ മരുഭൂമി കഥയും ഒരു വലിയ വിജയമായി തീരുകയാണ്. 2 ചിത്രങ്ങൾ ഒരേ സമയം മെഗാസ്റ്റാറുകളുടെ ചിത്രങ്ങളാണ് മത്സരിക്കാനെത്തിയത്. ഒരു പഴയകാല സിനിമ ആയതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെയൊക്കെ വേഷം കാണുമ്പോൾ സെറ്റിലൊക്കെ ഒരു കൗതുകമായിരുന്നു. പ്രത്യേകിച്ചും ഗിന്നസ് ബക്രു എല്ലാം രസകരമായ വേഷവുമായി എത്തുന്നു. എങ്ങനെയുണ്ടായിരുന്നു ലൊക്കേഷനിലെ അനുഭവങ്ങൾ? തീർച്ചയായിട്ടും ഷാഫിച്ചേട്ടന്റെ പടത്തിന്റെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെയധികം രസകരമായിട്ടുള്ള ലൊക്കേഷൻ ആയിരിക്കും. അപ്പോ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഒരു സിനിമയുടെ ഒരു ലൊക്കേഷനിൽ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് എപ്പോഴും ഡയറക്ടർ തന്നെയാണ്. അങ്ങനെയുള്ള ഒരാള് വളരെ കൂളായിട്ട് വളരെ റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരാളാവുമ്പോ എല്ലാവരും അതനുസരിച്ചിട്ട് ആ ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ എത്രയും നല്ല ടെൻഷനുള്ള കുറെ ദിവസം മഴയൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് ഇത്തിരി ഷൂട്ടിങ്ങിന് ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോഴും എല്ലാവരും വളരെ റിലാക്സ്ഡ് ആയിരുന്നു. ഈവൻ മമ്മൂക്കാണെങ്കിൽ വരെ തമാശയും സുരാജേട്ടനും അജയേട്ടനാണെങ്കിലും എല്ലാവരും സലീമേട്ടൻ എല്ലാവരും വളരെയധികം റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത സിനിമയാണ്. അത് ഇതിനു മുമ്പ് ഞാൻ ഷാഫിച്ചേട്ടന്റെ പടങ്ങളിൽ അഭിനയിച്ചപ്പോ അത് തന്നെയായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് പുലിവാൽ കല്യാണമാണ് പക്ഷെ പേഴ്സണലി വളരെയധികം അടുപ്പമുള്ള എന്റെ വളരെ അടുത്തൊരു സുഹൃത്താണ് ഷാഫിച്ചേട്ടൻ. കഥ ഒരു താരജീവിതത്തിൽ നിന്ന് മാറി ജീവിതം കുറച്ചെങ്കിലും അറിഞ്ഞിട്ടുണ്ടാകും ഈ സിനിമയിൽ അങ്ങനെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കേണ്ടി വന്നപ്പോൾ. അവരുടെ ജീവിതത്തെ കുറിച്ചൊക്കെ എന്ത് തോന്നുന്നു? എനിക്ക് എന്റെ അവര് നമ്മള് കുട്ടനാട് പോയി കഴിഞ്ഞാല് അവര് വേറെ തന്നെ ഒരു ജീവിതമാണ് അവിടെ. നമുക്ക് വളരെ കൗതുകം തോന്നും. കാരണം നമുക്ക് ചിലപ്പോ തോന്നി നമ്മൾ ഈ ബോട്ടിൽ കൂടെയാണ് ഈ ലൊക്കേഷനിലേക്ക് എന്നും 1 മണിക്കൂറോളം ബോട്ടിൽ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ഈ ലൊക്കേഷനിലേക്ക് എത്തുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കും, ഈശ്വര പെട്ടെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ടൗണിൽ പോകേണ്ട ഒരു ആവശ്യം വന്നാൽ, പെട്ടെന്ന് ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ ഇവരെന്ത് ചെയ്യും? ബോട്ട് പിടിച്ച് വന്ന് ഒരു കരയിലടുപ്പിച്ച് വേണ്ട വണ്ടി എടുത്തിട്ട് പോവാന്നൊക്കെ നമ്മളിങ്ങനെ നമ്മളാവശ്യമായത് ടെൻഷൻ അടിക്കും. പക്ഷെ അവർക്ക് അതിനെപ്പറ്റി യാതൊരുവിധ ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു സാധാരണ ജീവിതം നയിച്ചാൽ മതിയായിരുന്നു കുട്ടനാട് പോലെ മനോഹരമായ ഒരു സ്ഥലത്ത് നിന്ന്. ഞാനും വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് വരുന്നത്. വളരെ മനോഹരമായിട്ട് എന്തോ കുട്ടനാടിന്റെ അത്ര മനോഹാരിത ഉണ്ടാവില്ല. അത് വേറെ മനോഹാരിത, ഇത് വേറെ മനോഹാരിത. തിരിച്ചുവരാം കാവ്യ. അശോകുമാർ കാവ്യ പറയുന്നു വെനീസ് വ്യാപാരിയും വലിയൊരു നല്ല ചിത്രമായി തന്നെ, അല്ലെങ്കിൽ പ്രേക്ഷകർ വളരെ തമാശ നിറഞ്ഞ ഒരു ചിത്രമായി തന്നെ കാണുന്നു. അതുപോലെ തന്നെയാണ് മരുഭൂമി കഥയും. ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായി 2 ചിത്രങ്ങൾ മത്സരമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മത്സരം വെനീസിലെ വ്യാപാരി നമുക്ക് സൂപ്പർ ഹിറ്റാണ്. വളരെ മനോഹരമായി തോന്നുന്നത് ഉണ്ടായിരുന്നു. 2 ചിത്രങ്ങളും മമ്മൂക്കയുടെ പടത്തിനെ പറ്റി ഞാൻ ഈ സെയിം ലൊക്കേഷനാണ് ഞാൻ എന്റെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പം ഈ ആയിരപ്പറാണ് മമ്മൂക്ക വെച്ച് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ധോണിനാൾ ഡയറക്റ്റ് സെയിം ലൊക്കേഷനാണ്. അന്നും മമ്മൂക്ക ഞാനായിട്ട് ഇതേപോലെ രാവിലെ 1 മണിക്കൂർ ബോട്ടിലും വെള്ളത്തിലേക്ക് യാത്ര ചെയ്യാൻ ഷൂട്ട് ചെയ്ത്. അപ്പോൾ ആ പടത്തിലും രണ്ട് എൻ്റെ ഡിഫറെന്റ് സബ്ജക്റ്റാണ്, എൻ്റെ ഡിഫറെന്റ് ലൊക്കേഷനാണ്. എൻ്റെ പിന്നെ ഷാഫിയും പ്രിയ അതും നന്നായിട്ട് പോകണം. എല്ലാ ഞാൻ പറഞ്ഞത് ഇത് നരമ്പ് വിട്ട് നരങ്ങളല്ല ഓടേണ്ടത്, മലയാള സിനിമയാണ് ഓടേണ്ടത്. മലയാള സിനിമ കാണാൻ തിയേറ്ററിലേക്ക് ആളുകൾ വരിക എന്നുള്ളതാണ് ആവശ്യം. അത് സംഭവിച്ചു എന്നുള്ളതാണ്. ഇതുവരെ നമ്മളിവിടെ തമിഴ് പടം ഒരു ഹിന്ദി കളക്ട് ചെയ്ത് ഹിന്ദി പടം കളക്ട് ചെയ്ത് ആ റെക്കോർഡെല്ലാം മരുഭൂമിക്കത് ബ്രേക്ക് ചെയ്തിരുന്നു. അത് ഇവിടെ മാത്രമല്ല, ദുബായിയുടെ ചരിത്രമാണ്. ഇന്ന് വരെ ഒരു മലയാള സിനിമയും കളക്ട് ചെയ്യുന്ന അത്രയും ഈ പടം കളക്ട് ചെയ്തു. പിന്നെ കേരളത്തിൽ ഈ പടത്തിന് ഇത് ഞാൻ സ്കൂൾ വെക്കേഷൻ വരും എക്സാം തീരുന്നു. അപ്പം ഇതൊരു മലയാള സിനിമയുടെ ഓൾ ടൈം റെക്കോർഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിലേക്ക് ഒരു തിരിച്ചുവരവായിട്ട് പ്രിയദർശനെയും മലയാളത്തിൽ വേറെ ചിത്രങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇങ്ങനെയുള്ള എല്ലാ ചാനലിലും നിങ്ങളുടെ അടുത്ത പ്രോജക്റ്റ് ഞാനും പ്രിയനും നിങ്ങളുടെ അടുത്ത് എന്റെ പാർട്ണർ നമ്മുടെ ഗ്രൂപ്പ് അടുത്തതെല്ലാം പറഞ്ഞു. ഇങ്ങനെ പ്രിയനും എല്ലാവരും അത് ഇതുപോലെ തന്നെ മനോഹരമായ ചിത്രമായിരിക്കും. പിന്നെ പറയുന്നത് ഏറ്റവും വലിയ സംഭവം ഈ പടത്തിന് ശ്രീയുടെ സോങ്ങാണ്. അതുകൊണ്ടും ശ്രീയുടെ പാട്ട്, അതായത് സിനിമ എന്നൊരു പാട്ടെന്ന് പറയുന്നത് മൊത്തം ഇപ്പം അറബി ഘട്ടത്തിലെ പാട്ടായി മാറിക്കുന്നത്. പാട്ടുകളും ഇനി വെള്ളരിപ്രാവിന്റെ ചങ്ങാതിയും ഒക്കെ വരാനിരിക്കുന്നു. നല്ല ചിത്രങ്ങൾ ഒരുപിടി കയ്യിലുണ്ടെന്ന് തോന്നുന്നു. ഏതൊക്കെയാണ് ഇനിയുള്ളത്? വെള്ളരിപ്രാവിന്റെ ചങ്ങാതിയാണ് ഇനി റിലീസാകാനുള്ള സിനിമ. പ്രൊജക്ട് എന്ന് പറയുന്നത് എല്ലാം 2012 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ സിനിമയുടെ എണ്ണം കൂട്ടുക എന്നതിനേക്കാൾ ഇവര് നല്ല സിനിമയുടെ ഭാഗമാകുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്.
തീർച്ചയായിട്ടും നല്ല കുറെ കഥാപാത്രങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, കുറച്ച് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ നന്ദി കാവ്യമാധവൻ. ഒപ്പം അശോക് കുമാർ ചിത്രങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് മരുഭൂമി കരയും വെനീസ് വ്യാപാരിയും ഒരുപോലെ തന്നെ വലിയ ഹിറ്റുകളായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു.